ഏത് പരിശോധിക്കുന്നില്ല? ആ ഇല്ല പരാതി നൽകിയില്ല. ഇല്ല അല്ല, എഴുതി തന്നിട്ടുള്ള പരാതിയിലൊന്നും ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി അദ്ദേഹം എഴുതി തന്നിട്ടില്ല. പറയുമ്പോഴും ടി വിയിലൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞിരിക്കുകയാണ്. ആ പറഞ്ഞതിൻ്റെ അകത്ത് ഇന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. ടി വിയിൽ പറയുമ്പോൾ പറയുന്ന രീതിയിൽ വൈകായിട്ട് പറയുകയല്ലാതെ കോൺക്രീറ്റായിട്ട് ഇന്ന കാര്യങ്ങളാണ് എന്ന രീതിയിലൊന്നും പാർട്ടിയോട് ശശിയെപ്പറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശശിയെ സംബന്ധിച്ചിടത്തോളമുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് ഞങ്ങൾക്കിപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അതെ. അല്ലല്ല, അത് ഞങ്ങൾ പാർട്ടി തലത്തിൽ പരാതി ലഭിച്ചാൽ പരാതി പാർട്ടി തന്നെ പരിശോധിക്കും. ഇപ്പോഴും അമ്മാതിരിയുള്ള ഒരു പരാതി ഉണ്ടായിട്ടില്ല. ശശിയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കും ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അതാണ് ഞങ്ങളുടെ അടുത്ത്. നിങ്ങൾ എന്തൊക്കെയാ ഉയർന്നു വന്നത്? വഴിവിട്ട് വന്നത് അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുമല്ലോ. അതായത് അവരുമായി ബന്ധപ്പെട്ടതും അവരുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരട്ടെ. അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പൊളിറ്റിക്കലായിട്ട് ശശിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും രീതിയിലുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് ശശിയെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയപ്പെടുത്താൻ ഇപ്പം നമ്മുടെ മുമ്പിൽ യാതൊരു കാര്യവും ഇല്ല. ഇല്ല പരാതിയിൽ എവിടെയില്ല. അല്ലല്ല, ഞങ്ങൾ ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതെല്ലാം ഒന്ന് തന്നെയാണ്. അതിപ്പോൾ ജയരാജൻ്റെ നടപടി സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ലല്ലോ. നമ്മൾ നടപടിയെടുത്തിട്ടില്ല ജയരാജൻ്റെ പേരിൽ. പി ജയരാജൻ്റെ പേരിൽ ഒരു സംഘടന നടപടി എടുത്തിട്ടില്ലല്ലോ. ഇപ്പോഴും ഇല്ല. അവിടെ സെൻട്രൽ കമ്മിറ്റി അംഗമാണ് പാർട്ടി സംഘടനാപരമായിട്ട്. അത് അന്നും അതെ ഇന്നും അതെ. അതിലൊന്നും ഒരു മാറ്റമില്ല. ഉറപ്പല്ലേ, ഒരു സംശയമില്ല. അല്ലല്ല, അല്ലെങ്കിൽ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതിനെ പറ്റിയല്ല, അല്ലെങ്കിൽ നിയമനത്തെ പറ്റിയല്ലല്ലോ അന്വേഷിക്കാൻ പോകുന്നത്. അവിടെ നടന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനാണ് ഇപ്പോഴും ഗവൺമെൻറ് തുറന്ന മനസ്സോടുകൂടി തീരുമാനിച്ചത്. അതിൽ അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ SP സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ വേണമെന്നുള്ളത് ഒരു മാസത്തിനുള്ളിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരും മുമ്പോട്ടേക്ക്. എന്ത് നീതീകരിക്കാൻ പറ്റാതെ? അല്ല, അദ്ദേഹമല്ലോ അന്വേഷിക്കുന്നത്. അന്വേഷിക്കുന്നത് ആരാ? DGP ആണ്. DGPയുടെ ടീമാണ്. പേര് മാത്രമാണ്. അല്ല, അയാളല്ലോ അന്വേഷിക്കുന്നത്. ഗവൺമെന്റ് തീരുമാനിച്ച ടീമാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് അയാളും കൂടി മാറ്റി നിർത്തുക എന്നുള്ള തീരുമാനം വന്നാലാണ് നിങ്ങൾക്ക് തൃപ്തിയാകുമെങ്കിൽ ആ തൃപ്തിക്ക് വേണ്ടി പറയാൻ ഞാനില്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഗവൺമെന്റ് രാജിവെക്കണം എന്നുള്ള മുദ്രാവാക്യം രാഷ്ട്രീയമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്നത്. നിങ്ങൾ ഇവിടെ രാജിവെക്കേണ്ടതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് അമ്മാതിരി വാർത്താരത്തിനൊന്നും കിടക്കണ്ട. അത് നമുക്ക് ആലോചിക്കാം. അന്വേഷണം വരട്ടെ. ഒരു മാസം എന്തിനാ ഇത്ര വെപ്രാളം? ഒരു മാസം കൊണ്ട് കാര്യം തീരുവില്ലേ? ഒരു മാസത്തെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വരുന്ന അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അയാൾ എന്താണ് വേണ്ടത് നമുക്ക് തീരുമാനിക്കാനുള്ള സൗകര്യം വരില്ലേ? അതിലെന്താ പ്രശ്നം? അയാളെ ജൂനിയറൊന്നുമല്ല പരിശോധിക്കുന്നത്. അയാളുടെ സീനിയറാണ്. അയാൾക്ക് അതിൻ്റെ അപ്പുറത്തൊരു ഉദ്യോഗസ്ഥൻ കേരളത്തിലില്ല. DGPക്ക് അപ്പുറം ആ DGP ആണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ മേലെ നിങ്ങൾ പണ്ടാരോ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതുണ്ടാക്കണ്ട. ആയിക്കോട്ടെ, അവരെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ലേ. DGP അല്ലേ? പിന്നെ ആരെയാണ് നിങ്ങൾ എടുക്കുക? ലോകത്തിൻ്റെ വേറെ നിങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പറ്റുമോ? അല്ല, DGP ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ വെറുതെ ആവശ്യമില്ലാണ്ട് ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഉന്നയിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് DGPയുടെ നേതൃത്വത്തിലുള്ള ടീം. അപ്പോൾ DGPയെ സഹായിക്കാനുള്ള മറ്റുള്ളവരെയാണ് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ആരെയും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ തന്നെ അളന്ത് വേണമെന്നൊരു തീരുമാനിക്കേണ്ടിയില്ല. വരട്ടെ അന്വേഷണം. നിങ്ങൾക്കിപ്പോൾ ഒരു മാസത്തെ സാവകാശം വരുന്നത് കൊണ്ട് വലിയ അപകടം സംഭവിച്ചു പോകുന്നില്ലല്ലോ. നിങ്ങൾക്ക് റേറ്റ് കൂട്ടാൻ വേണ്ടിയുള്ള പണിയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യം.
ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം തന്നെ പറയേണ്ടത് അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് ഇന്നത്തെ പത്രത്തിൽ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് നമുക്ക് അറിയിക്കാം. ഇതിപ്പോൾ ഒരു മാസത്തേക്ക് അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയത്തോടെ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത്